നമസ്കാരം. മഴയും തണുപ്പുമുള്ള കർക്കിടകത്തിലെ ഔഷധകഞ്ഞി എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ആരോഗ്യ സൗന്ദര്യ രഹസ്യക്കൂട്ടാണ് എന്ന് വേണം പറയാൻ. ഇതും ഔഷധങ്ങളുടെ ചാറൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ഔഷധക്കഞ്ഞിയും അതുപോലെ തന്നെ ഉലുവ ചേർത്ത് തയ്യാറാക്കുന്ന മറ്റൊരു കഞ്ഞിക്കൂട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സന്ധികളിൽ ഉണ്ടാവുന്ന വേദന, ശരീരത്തിലൊക്കെ നീർക്കെട്ട് കാണപ്പെടുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തിനുള്ള ഊർജം ആവാഹിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ് കർക്കിടകചര്യ എന്നുള്ളത്. ഈ കർക്കിടകചര്യയിൽ തന്നെ ഉൾപ്പെടുന്ന വളരെ നേരത്തെ എണീറ്റുള്ള എണ്ണ തേച്ചുള്ള കുളി, അതുപോലെ നമുക്ക് ഉണ്ടാക്കുന്ന ഇത്തരം ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞിക്കൂട്ടുകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൂടെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തീർത്തും ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ ഇത് ആരോഗ്യ മേഖലയിൽ മാത്രം കഴിവ് തെളിയിച്ചിട്ടുള്ള കഞ്ഞിയൊന്നും അല്ല കേട്ടോ. സൗന്ദര്യ മേഖലയിൽ അതിലേറെ ഗുണങ്ങളുണ്ട്. എടുത്തു പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ അമിതമാണ് എന്നുള്ള പ്രശ്നമുണ്ടെങ്കിലും, മുടിയുടെ ഉള്ളു കുറയുന്നു, ബലം കുറയുന്നു എന്നൊക്കെ പരാതിപ്പെടുന്നവർക്കുള്ള ഒരു ഔഷധക്കൂട്ട് കൂടിയാണ് ഇന്നത്തേത്. നിത്യയൗവനം നിലനിർത്താൻ വേണ്ടിയൊക്കെ നമുക്ക് സഹായിക്കുന്ന ഔഷധങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ തരാനും സ്കിന്നിനൊക്കെ നല്ല ഒരു യുവത്വം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഔഷധക്കൂട്ടും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞിയാണിത്. അതുകൊണ്ട് ഈ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും എന്നാൽ ഔഷധ ഗുണത്തിൽ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കി ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് റെഡിമെയ്ഡായി വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിറ്റും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ഞവരയരിയാണ്. അല്ലെങ്കിൽ ഇനി ഞവരയരിയാണ് എപ്പോഴും നല്ലത്, തവിടുള്ള ഞവരയരി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കല്ലരി എടുക്കാവുന്നതാണ്. ഇത് 1/2 കപ്പ്. അതുപോലെ ഈ ഞവരയരി ഉപയോഗിക്കുന്നത് അസിഡിറ്റിയാണ് ശരീരത്തിൻ്റെ പല അസുഖങ്ങൾക്കും കാരണം. നവരയരി ശരീരം ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള തേങ്ങാപ്പാൽ, ഇന്ദുപ്പ്, നെയ്യ്, ഇതൊക്കെ തന്നെ ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഉലുവ, ആശാളി, ജീരകം, ഇതൊക്കെ 5 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇന്ദുപ്പും നെയ്യും തേങ്ങാപ്പാലൊക്കെ വളരെ വിശേഷമാണ്. ഇനി അതുപോലെ പച്ചമരുന്നുകളായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എടുക്കാം. എങ്കിലും ചില പച്ചമരുന്നുകളുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കാം. മുക്കുറ്റി, ചതുരവെണ്ണൽ, കുഴൽവാതക്കൊടി, നിലപ്പാല, ആടലോടകത്തിൻ്റെ ഇല, കരിങ്കുറിഞ്ഞി, തഴുതാമ, ചെറൂള, കീഴാർ നെല്ലി, കയ്യോന്നി, കറുകപ്പുല്ല്, മുയൽ ചെവിയൻ, ഇവയെല്ലാം തന്നെ അല്പം വെള്ളം ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള സ്വരസ അല്ലെങ്കിൽ ഇതിൻ്റെ നീരാണ് നമുക്ക് കഞ്ഞിയിൽ ചേർക്കാനായിട്ടുള്ളത്. 6 ഇരട്ടി പച്ചമരുന്ന് നീരിൽ ഞവര അരിയിട്ട് അതിലേക്ക് ആശാളി, ജീരകം ചേർത്ത് കുതിർത്തിട്ട ഉലുവ എന്നിവയും ചേർത്തിട്ട് ആവശ്യത്തിന് ഇന്ദുപ്പും കൂടെ ചേർക്കുക. ചെറു തീയിൽ വേവിച്ചാൽ മതി. പകുതി